ഉപ്പും മധുരവും ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഈ അട ഒരു തൃക്കാക്കരപ്പനും കഴിക്കാൻ പോണില്ല. കുട്ടിക്കാലത്ത് ഞാൻ അമ്മയോട് പറയാറുള്ള ഡയലോഗായിരുന്നു ഇത്. ഉത്രാടത്തിനന്ന് രാത്രിയിൽ തൃക്കാക്കരപ്പനെ പൂജിക്കാനായിട്ട് ഒരു അട ഉണ്ടാക്കും. അരിപ്പൊടിയിൽ ഉപ്പും ചേർക്കില്ല, തേങ്ങയിൽ ശർക്കരയോ പഞ്ചസാരയോ ഒന്നും ചേർക്കില്ല. എന്നിട്ടിത് ചുട്ടെടുക്കും. പണ്ടൊന്നും എനിക്കിത് ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടിക്കാലത്ത് ഇഷ്ടമല്ലാത്ത, നമ്മൾ മൈൻഡ് പോലും ചെയ്യാത്ത ഒരുപാട് സാധനങ്ങൾ കുറച്ച് വലുതായി കഴിയുമ്പോൾ നമ്മുടെ ഫേവറേറ്റ് ആയിട്ട് മാറില്ലേ, അതുപോലെയാണ് എനിക്ക് ഈ അട. തൃശ്ശൂരുള്ള എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിയുന്നുണ്ടാവും, തൃക്കാക്കരപ്പൻ ഉണ്ടാക്കുന്ന പൂവടനെ പറ്റിയിട്ടും അതുപോലെ തൃക്കാക്കരപ്പനെ പൂജിക്കുന്ന കാര്യമൊക്കെ. ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് വറുത്ത അരിപ്പൊടി എടുക്കുന്നുണ്ട്. അതിന് മുന്നേ തന്നെ 2 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. സാധാരണ അട ഉണ്ടാക്കുമ്പോൾ നമ്മൾ അരിപ്പൊടിയിൽ ഉപ്പ് ചേർക്കും, അല്ലെങ്കിൽ വെള്ളത്തിൽ ഉപ്പ് ചേർക്കും. ഇത് രണ്ടിലും ഉപ്പ് ചേർക്കണില്ല. ഇനി വെള്ളം തിളച്ച് കഴിയുമ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. ഒത്തിരി ഒഴിക്കരുത്, അതുപോലെ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് പറയാനും പറ്റില്ല. ഓരോ പൊടിയുടെ വറവിനനുസരിച്ചിട്ടും ഒഴിക്കുന്ന വെള്ളത്തിൽ വ്യത്യാസം വരും. എനിക്കിവിടെ 1 ഗ്ലാസ് പൊടിക്ക് 1 ഗ്ലാസ് വെള്ളമാണ് വേണ്ടി വന്നത്. അപ്പോൾ നല്ലോണം വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. വെള്ളം കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല, നല്ലാണ്ട് കട്ടയായി പോരുത്. നമ്മളത് തൊടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം, അതാണ് അതിൻ്റെ ഒരു പരുവം. നമുക്കിനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് തേങ്ങ ചിരകിയെടുക്കാം. ഞാനിവിടെ വലിയൊരു തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പകുതി മതിയാവും നമുക്ക് അട ഉണ്ടാക്കാനായിട്ട്. ഒറ്റ അടിയിൽ പൊട്ടിയെന്ന് വിചാരിക്കേണ്ട. ഞാനൊരു 10-15 അടി അടിച്ചിട്ടാണ് ഇതിങ്ങനെ പൊട്ടി കിട്ടിയത്. അതിൽ നിന്ന് വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ കുടിക്കണമെങ്കിൽ കുടിക്കാം. ഞാൻ സാധാരണ വെള്ളത്തിൽ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഒരു ദിവസം പുറത്ത് വയ്ക്കും. ഇതുപോലെ അരിച്ചെടുക്കും. തേങ്ങാമെന്ന് കുറച്ച് പൊടിയൊക്കെ ഇതിൽ വീണിട്ടുണ്ടായിരുന്നു, അത് പോകാനാണ് ഇതുപോലെ അരിച്ചെടുക്കുന്നത്. എന്നിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഒരു ദിവസം പുറത്ത് വയ്ക്കും. ഒരു ദിവസം പുറത്ത് വെച്ച് കഴിയുമ്പോൾ ഇത് നല്ലോണം പുളിച്ച് കള്ള് പോലെയായി കിട്ടും. അങ്ങനെ ഒരു ദിവസം പുറത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഫ്രിഡ്ജിൽ വയ്ക്കും. പിന്നെ എന്നാണോ വെള്ളയപ്പം ഉണ്ടാക്കുന്നത് അന്ന് അരി അരയ്ക്കുമ്പോൾ ഇത് ചേർത്തിട്ടാണ് അരയ്ക്കുക. അപ്പോൾ പ്രത്യേകിച്ച് ഈസ്റ്റോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല, നല്ല വെള്ളയപ്പമായിട്ട് കിട്ടും. വെള്ളയപ്പം മാത്രമല്ല, തൃശ്ശൂർ ഭാഗത്തൊക്കെ വട്ടയപ്പം ഉണ്ടാക്കും, ചിലർ കള്ളപ്പം എന്നൊക്കെ പറയും. അതിലും ഇതേ സെയിം വെള്ളം ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള അപ്പം കിട്ടും. ഞാനിവിടെ പകുതി തേങ്ങയാണ് ചിരകിയെടുത്തേക്കുന്നത്. ഞാൻ എടുത്തേക്കുന്ന ഒരളവിൽ അട ഉണ്ടാക്കാനായിട്ട് ഇത്ര മതിയാവും. ഇനി വാഴയില എടുക്കുക, ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാൻ എപ്പോഴും കുഞ്ഞില നോക്കിയിട്ടാണ് എടുക്കാറ്, അതുപോലെ കുഞ്ഞടകളാണ് ഉണ്ടാക്കാറ്. തൃക്കാക്കരപ്പന് വെക്കാനായിട്ട് നമ്മൾ 5 അടയാണ് ഉണ്ടാക്കുക. ഈ 5 അട വെച്ചിട്ട് അതിൽ നിന്ന് ഒരു കുഞ്ഞു കഷ്ണം മാത്രമാണ് പൊട്ടിച്ചിടുക, ബാക്കിയൊക്കെ നമ്മൾ തന്നെ കഴിക്കും. അതുപോലെ തൃക്കാക്കരപ്പൻ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ അമ്മ നല്ല മധുരം ഇട്ടിട്ടുള്ള അട ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാറുണ്ട്. ഇലയൊക്കെ നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചേക്കണ മാവ് ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി കുഞ്ഞൊരു ഉരുളാതൊന്നും എടുത്തിട്ട് കൈയൊന്ന് വെള്ളത്തിൽ തൊട്ടിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം. ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് കേട്ടോ. അതുപോലെ ഇങ്ങനെ വെള്ളത്തിൽ മുക്കണ ഇടയ്ക്ക് അങ്ങനെ പൊട്ടാതെ ഇതുപോലെ പരത്തി കൊടുത്താൽ മതി. ഞാൻ എപ്പോഴും നല്ല കനം കുറച്ചിട്ടാണ് പരത്തി കൊടുക്കാറ്. മാവ് ഒട്ടും കട്ടിയില്ലാതെ ഇതുപോലെ പരത്തുമ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നല്ലോണം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി, നമ്മൾ ശർക്കരയോ പഞ്ചസാരയോ ഏലക്കായോ ഒന്നും ചേർക്കില്ല. ഇത് ശരിക്കും ഒരു വികാരമില്ലാത്തൊരു അടയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കുട്ടിക്കാലത്ത് ഇത് ഇഷ്ടമല്ലായിരുന്നു എന്ന്. പക്ഷേ ഇപ്പോൾ അത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് തോന്നാറുണ്ട്. എന്നുവെച്ചാൽ ആ നാളികേരത്തിൻ്റെ ഒരു മധുരം ഉണ്ടല്ലോ. ഇത്രയും കനം കുറച്ചിങ്ങനെ പരത്തിയിട്ട് നടുക്കിൽ നാളികേരം വെച്ച് നമ്മൾ ചുട്ടെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ബാക്കിയുള്ള നാളികേരത്തിൽ ഞാൻ ഇതുപോലെ ശർക്കരേൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ അട ഉണ്ടാക്കാനായിട്ട് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് സാധാരണ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് മറ്റേ അട ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് കുട്ടിക്കാലത്താകുമ്പോൾ എനിക്ക് ആ അട ഉണ്ടാക്കി കഴിഞ്ഞ് ബാക്കി മാവ് വെച്ചിട്ട് സാധാരണ അട ഉണ്ടാക്കുന്നു. അതുപോലെ ഞാൻ ബാക്കി മാവ് വെച്ചിട്ട് സാധാരണ അടയും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതും അതുപോലെ തന്നെ നല്ല കനം കുറച്ചിട്ട് തന്നെയാണ് ഞാൻ പരത്തുന്നത്. അടേൻ്റെ കട്ടിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ചിലർക്ക് നല്ല കട്ടിയുള്ള അട കഴിക്കാനായിരിക്കും ഇഷ്ടം. എനിക്ക് ഇതുപോലെയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. നടുക്കിൽ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കണം. ആവി കയറ്റിയിട്ടല്ല, ഇതുപോലെ ദോശ പാനിൽ വെച്ചിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യണത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലെ ചുട്ടൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ സാധാരണ ദോശ പാൻ ആണെങ്കിൽ അത് പെട്ടെന്ന് കേട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് ചുടാനായിട്ട് പുതിയ നോൺ സ്റ്റിക്കിൻ്റെ പാനൊന്നും എടുക്കാതിരിക്കുകയാണ് നല്ലത്. ഇത് 2 സൈഡും തിരിച്ചു മറച്ചു വിട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും. ഒന്നാമത് നമ്മൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കുഴച്ചെടുത്തേക്കണേ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ മതി. വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല ഇതുപോലെ തുറക്കുമ്പോൾ അതുമൊന്ന് വിട്ട് കിട്ടും. തിരിച്ചു മറച്ചു വിട്ടിട്ട് 2 സൈഡും ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇല നല്ലോണം വിട്ട് പോന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് എടുക്കാം. എല്ലാതും ആയിട്ടുണ്ട്. ഇത് നമ്മൾ ശർക്കര ഇട്ടിട്ട് ഉണ്ടാക്കിയ അടയാണ്, മറ്റേത് ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയ അടയാണ്. ചുട്ടെടുത്ത അടയൊക്കെ പാനിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് അടുത്ത ട്രിപ്പും കൂടെ വയ്ക്കാം. ഈ ഒരു അളവിൽ അരിപ്പൊടി എടുത്തിട്ട് എനിക്ക് 6 അടയാണ് കിട്ടിയത്. ഇതിപ്പോൾ കുറച്ച് വലിയ അടയാണെങ്കിൽ ഒരു 3-4 അടയ്ക്കുള്ള മാവ് തന്നെയാണ് ഉണ്ടാവുള്ളൂ.
ഞാൻ കുഞ്ഞി അടയാണ് ഉണ്ടാക്കിയത്, അതും കനം കുറച്ച് പരത്തിയോണ്ടാണ് ഇത്ര അട കിട്ടിയത്. അടുത്ത ട്രിപ്പ് വെച്ചിട്ടുണ്ട്, അതും ഇതുപോലെ തന്നെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ചുട്ടെടുക്കാം. വെന്തോ നോക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ആ ഇല ഒന്ന് തുറന്ന് നോക്കിയാൽ മതി, വിട്ടു പോരുന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തൃക്കാക്കരപ്പന് വെക്കുന്ന പൂവടയും മധുരമൊക്കെ ചേർത്തുണ്ടാക്കിയ സാധാരണ അടയും ഇവിടെ ചുട്ട് കിട്ടിയിട്ടുണ്ട്. ഈ രണ്ടടയും നല്ല ടേസ്റ്റാണ്. തൃശ്ശൂരുള്ളവർക്ക് ഈ അടനെ പറ്റിയിട്ട് അറിയുന്നുണ്ടാവും, ബാക്കി സ്ഥലങ്ങളിലുള്ളവർക്ക് ഈ അടനെ പറ്റിയിട്ട് അറിയുമോ, നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമോ എന്നൊക്കെ പറയണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഉപ്പും മധുരവും ഒന്നും ഇല്ലെങ്കിലും ഈ അട കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നാളികേരത്തിൻ്റെ മധുരവും അതുപോലെ ചുട്ടെടുത്തതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ആയിട്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഇതിന്. എനിക്കിപ്പോൾ സാധാരണ ഉണ്ടാക്കുന്ന അടേനേക്കാളും ഈ ഒരട ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതിൽ നല്ലോണം നാളികേരം ചേർക്കണം കേട്ടോ, എന്നാലാണ് ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. തൃശ്ശൂർ സ്പെഷ്യലായിട്ടുള്ള ഈ പൂവടനെ പറ്റിയിട്ട് കേട്ടിട്ടും കണ്ടിട്ടും ഒന്നും ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്